ചലഞ്ചിൽ ഒളിച്ചു കിടത്തുന്ന മതനിന്ദ. ആ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്നൊരു മതനേതാവ്, മുസ്ലിം മതനേതാവ് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ ഞാൻ വായിക്കാൻ പോകുന്നത്. കേട്ടോ, എല്ലാവരും ചെവി തുറന്ന് കേട്ടോ. മതനിരപേക്ഷതരെ സങ്കര സംസ്കാരമാക്കുന്ന ചെകുവേരിസം. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ്. അത് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിൻ്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അപഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയുമാണ്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല നാസർ ഫൈസി കൂടത്തായി. ഇതിനൊക്കെ എന്താ പറയുക? എന്തായാലും നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല. പറയേണ്ടതൊക്കെ മുസ്ലിംസിനെ താഴെ വന്ന് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും. നോക്കൂ, ഒരാളുടെ കമൻ്റാണ് ബീരാൻകുട്ടി ഹാജി വേങ്ങര. എനിക്ക് കൈയടിക്കാൻ തോന്നി. ഒരു ലൈക്കൊന്നുമല്ല കൊടുക്കേണ്ടത്, 10 ലൈക്കാക്കി കേട്ടോ. ഈ കള്ളനായൻ്റെ ചെവിട് അടിച്ച് പൊളിക്കണം. വർഗീയവാദി ധരിച്ചാൽ എല്ലാ മുസ്ലിംസും അടിയിൽ വന്നിട്ട് ഇയാൾക്കെതിരെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷത. ഈ നാസർ ഫൈസിനെ പോലുള്ള ഈ വർഗീയവാദികൾ കുറവാണ് എല്ലാ സമുദായത്തിലും. നല്ല മുസ്ലിംസ് ഒരുപാടുണ്ട്, നല്ല ഹിന്ദുക്കളും നല്ല ക്രിസ്ത്യാനികളും. നോക്കിക്കേ, ഇനി ഹസൻ AR, നാസർ ഫൈസി സമാന്തര രാജ്യമുണ്ടാക്കി ജീവിക്കൂ. പന്നിയിറച്ചി മുസ്ലിങ്ങൾക്കാണ് വിലക്കിയിട്ടുള്ളത്, ഇസ്ലാം അതും ലോകത്ത് നിരോധിച്ചിട്ടില്ല. സംഘികളുടെ പതിപ്പുമായി മുസംഗി കൂടത്തായി കലാപത്തിന് ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കുക. വേറെ ആള്, അല്ല മൊയിലാരെ, നിങ്ങൾ അണ്ണാക്കിൽ ആരെങ്കിലും തള്ളിയോ? ഇല്ലല്ലോ. അതുമല്ല, നിങ്ങൾ താമസിക്കുന്ന ഇടമാണോ? അതുമല്ല. പിന്നെ അതായത് അത് കഴിക്കുന്നവർ ഉള്ളെടുത്ത് അവർ അങ്ങനെ ഒരു ചലഞ്ച് നടത്തുന്നതിന് നിങ്ങൾക്ക് എന്താണ്? മുസ്ലിം ലീഗിൻ്റെ അടിമ മൊയിലാർ അങ്ങനെ കുറേ പേര് ഇയാൾക്ക് എഗെയിൻസ്റ്റായിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി എനിക്ക്. എന്തായാലും എന്തൊരു കഷ്ടമല്ലേ! എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഈ പന്നിയായാലും ബീഫായാലും എന്തായാലും വേണ്ടില്ല വിട്ടിട്ട് വയനാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഏത് സംഘടനയാലും ഓരോ കാര്യങ്ങൾ നടത്തുമ്പം അതിനെന്ത് ചെയ്യുക? ഈ മതങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു കാര്യമാക്കിയിട്ട് മുമ്പോട്ടെടുക്കുക. എന്തിനാണ് നിങ്ങളൊക്കെ ആ മതനേതാവെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? പോയി ചത്തുകൂടെ എന്നാണ് ചോദിക്കാനുള്ളത്.